ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സ്ക്രഞ്ചി ഹെയർ ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ വെൽവെറ്റിൻ്റെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. വെൽവെറ്റിൻ്റെ അല്ലെങ്കിൽ സാറ്റിൻ്റെ ക്ലോത്ത്, പിന്നെ നല്ല കാണാൻ ഭംഗിയുള്ള പ്രിൻ്റൊക്കെയുള്ള ടൈപ്പ് ക്ലോത്ത്, അങ്ങനത്തെയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് തിളക്കമുള്ള ടൈപ്പ് തുണികളൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ എടുത്തെന്നാലും നല്ലതാണ്. ഇനി അത് ഞാനിങ്ങനെ പുറത്തേക്ക്, നിങ്ങൾ കണ്ടല്ലോ, പുറത്തേക്ക് ഒന്ന് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ക്ലോത്തിൻ്റെ അതേ കളറ് തന്നെ നൂലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങേയറ്റം വരെ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ മതി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാനായിട്ട്. വലിയ വില കൊടുത്ത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഒരു പിന്ന് വെച്ചിട്ടൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. സെൻറ്റർ ക്ലിപ്പിലാണ് കേട്ടോ ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ഒരു മീഡിയം സൈസിലുള്ള സെൻറ്റർ ക്ലിപ്പാണിത്. പിന്നെ അതിൻ്റെ അകത്തെ ഒരു കമ്പി പോലത്തെ ഭാഗമില്ലേ, അത് ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നമുക്കിതിങ്ങനെ കയറ്റി കൊടുത്തെന്നാൽ പിന്നെ മുടിയും കൂടെ അതിനിടയ്ക്ക് വെക്കാനുള്ളൊരു സ്പേസ് കിട്ടത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഞൊറി പോലാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇരുന്ന് കഴിയുമ്പം ഭയങ്കര ടൈറ്റായി പോവും. അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി അതിൻ്റെ അറ്റം വരുമ്പം അതകത്തേക്കൊന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്, ഞാനൊന്ന് തുന്നിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തുന്നുന്നതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെ നൂലെടുത്തില്ലെങ്കിൽ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് സെയിം കളർ നൂല് വെച്ച് തന്നെ തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അത് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ എൻ്റെ മോളുടെ മുടിയിൽ ഈ ക്ലിപ്പ് വെച്ചിട്ടുള്ള ഫോട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. ഞാൻ ഈ ചെയ്യുന്ന ഇതുപോലെയുള്ള ഐറ്റംസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ. അത് ഞാൻ അതുപോലെ തന്നെ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് തുന്നിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. തുന്നി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ആ പശ ഉണങ്ങുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടും കൂടെ ഞാനങ്ങ് തുന്നി കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും, പെട്ടെന്ന് പോകത്തില്ലല്ലോ തുന്നി അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ. ഇപ്പോൾ സ്ക്രഞ്ചീസിൻ്റെയൊക്കെ ഒരു ഞൊറി പോലെ വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ടൊരു ചെറിയ ഡെക്കറേഷനും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് വൈറ്റ് കളറുള്ള ഹാഫ് ബീഡ്സ് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കളറിലേക്ക് വൈറ്റ് നല്ല എടുപ്പാണ് കേട്ടോ.
ചെറിയ സ്റ്റോണൊക്കെ ആണെങ്കിലും ഒട്ടിച്ച് കൊടുത്തെന്നാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലിപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാം.